ലോകകപ്പ് ഫൈനലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നാടെങ്ങും ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിലാണ്. ഫൈനൽ കാണാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി നൽകിയതോടെ ആവേശം ഇരട്ടിയായി. കോലഴി അർജന്റീന പാലത്തിന് സമീപത്ത് നിന്ന് സിജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇന്ന് ഫുട്ബോളിലാണ്. ലോകത്തെവിടെയും ഇരുന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള കാണികളുടെ ആരവങ്ങളുടെ ഒരു വലിയ ഇരുമ്പത്തിലേക്കാണ് നമ്മളിന്ന് വന്നു ചേർന്നിരിക്കുന്നത്. തൃശൂർ കോലഴിയിലെ അർജന്റീന പാലം എന്നറിയപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു പാലത്തിനടുത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടെ അർജന്റീനൻ ആരാധകരാണ് 99% ഉള്ളത്. അവിടെ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അർജന്റീന കളിക്കാർ പന്തുരുട്ടുമ്പോൾ ആവേശ കൊടുമുടിയിലാകുന്നത് ഇവിടെ കോലഴിയിലെ ഏറ്റവും വലിയ അർജന്റീന ആരാധകരാണ്. അവരുടെ ആവേശങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അർജന്റീനിയൻ കളിക്കാരുടെ കാലുകളിലേക്കുള്ള ആവേശമാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കോലഴിയിലെ അർജന്റീന പാലത്തിൽ നിന്നുള്ള അർജന്റീന ആരാധകർക്ക്. ഞങ്ങളിവിടെ നോക്കുമ്പോൾ 99% അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ജൈവിളിയാണ്. നമുക്കൊരു എതിരാളി ഉണ്ടെങ്കിലാണ് വിജയമുള്ളൂ. സ്പെയിനെ ഞങ്ങൾ ചെറുതാക്കി കാണുകയാണോ? ആരെയും എതിരാളികളെ ചെറുതാക്കി കാണുന്നില്ല. കേപ്പ് വെർദെ എന്ന് പറഞ്ഞ ആ ചെറിയ രാജ്യത്തിൻ്റെ ടീമിനെ പോലും വലിയ ഫുട്ബോൾ എന്ന് പറഞ്ഞത് വളരെ മാന്ത്രികതയും എല്ലാം ചേർന്ന് ചടുലതയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന വലിയ ആഘോഷമായി മാറ്റിയ ലോകമാഘോഷമായി മാറ്റിയ ഫുട്ബോളിൻ്റെ കളിക്കളങ്ങളിൽ 80-ാം മിനിറ്റിലും വിജയിക്കുമെന്ന ആവേശം പരത്തുന്ന പ്രിയങ്കരനായ മെസ്സി മിശിഹായായി അവതരിപ്പിച്ച ആ വലിയ നേട്ടം ഞങ്ങളെ തോൽപ്പിക്കാൻ വളർന്നിട്ടില്ല മക്കളെ. സ്പെയിനായാലും ആരായാലും എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോ ഇത്തവണ കപ്പ് നമ്മൾ തിരികെ കൊടുക്കുന്നില്ല. കോലഴിയിലെ അർജന്റീന പാലത്തിൽ നമ്മുടെ അർജന്റീനയുടെ കളിയുടെ വിജയമാണ് നമ്മൾ നാളെ ആഘോഷിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫുട്ബോളിന് അവധി കിട്ടിയിരിക്കുകയാണ്. എങ്ങനെ സന്തോഷിക്കുന്നു. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെന്ന് അറിഞ്ഞോ? അറിഞ്ഞു. എന്ത് തോന്നി? നമ്മുടെ മുഖ്യമന്ത്രി ശരിക്കും പോക്കി മുഖ്യമന്ത്രി ആയോ? കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫുട്ബോൾ ഫൈനൽ കാണാൻ കുട്ടികൾക്ക് അവധി കൊടുക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷാണോ? സന്തോഷമാണ്. സ്പെയിനിന്റെ ടീം ഇവിടെയുണ്ട്. അല്ല, നാളെ ഇവിടെ കരയാനിരിക്കുന്നത് ഇവരായിരിക്കില്ലേ? ഉറപ്പായിട്ട് സ്പെയിനെ കപ്പടിക്കുള്ളൂ. എത്ര ഗോളിന് നമ്മൾ വിജയിക്കും? 3-1 കളി ജയിച്ചു. പറയൂ. വാമോസ് വാമോസ് സ്പെയിൻ സ്പാനിയോൾ. ഓക്കേ, എസ്പാനിയോൾ. നമ്മുടെ അർജന്റീന എത്ര ഗോളിന് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? 3 ഗോൾ. 3-1. അത് എത്രാമത്തെ മിനിറ്റിലായിരിക്കും ഗോൾ അടിച്ചു തുടങ്ങുക? ലാസ്റ്റ് 20 മിനിറ്റിലായിരിക്കും. മെസ്സി എത്ര ഗോൾ അടിക്കും? മെസ്സി ഒരു 3 എന്തായാലും അടിക്കും. 2 എന്തായാലും അടിക്കും. ഗോൾഡൻ ബൂട്ട് മെസ്സിക്ക് തന്നെ. ഇന്ന് ഗോൾ അടിച്ചു മതിയാക്കും. സ്പെയിനെ മതിയാക്കി കൊടുക്കും. അർജന്റീനയുടെ മിശിഹായായി അവതരിച്ച ഫുട്ബോളിൻ്റെ മാന്ത്രികൻ പ്രിയപ്പെട്ട യമാലിനെ വളർത്തിയ തലോടിയ ആ കൈകൾ കൊണ്ട് ആ കാലുകൾ കൊണ്ട് സ്പെയിനെ ചുട്ട മറുപടി കൊടുക്കുന്ന കാഴ്ചയാവും ഇന്ന് കാണുക. കപ്പ് തിരികെ കൊടുക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആവേശം കൊടുമുടിയിലാണ്. മെസ്സിയുടെ 45 അടി ഉയരമുള്ള കട്ടൗട്ടിന് താഴെയാണ് ഈ ആരാധകർ നിൽക്കുന്നത്. ടി സിവിക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടോറിനൊപ്പം സ്വർഗം.